വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. സോ നമ്മൾ ഇന്നത്തെ സെക്ഷൻ നമ്മൾ യൂസ് സ്റ്റേറ്റ്, റിയാക്ട് ഹുക്സ്, അതുപോലെ തന്നെ പ്രോംസിനെയൊക്കെ കുറിച്ച് പഠിക്കാം. സോ അതിനു മുമ്പ് നമ്മൾ നേരത്തെ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് റീവൈൻഡ് ചെയ്ത് നോക്കാം. അതായത് റിയാക്ട് കോമ്പോണൻസ് എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാം. അതുപോലെ തന്നെ CSS, ഏതൊക്കെ രീതിയിൽ നമുക്ക് CSS നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പ് എങ്ങനെയാണ് നമ്മൾ പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ കോമ്പണൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് നല്ല നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ റിയാക്റ്റിനകത്തുള്ള ഈവൻസുകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ റിയാക്റ്റിലുള്ള യൂസ് സ്റ്റേറ്റ്, റിയാക്ട് ഹുക്സ്, ഇതൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഡെഫിനിഷൻ പറയാം. സ്റ്റേറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് സ്റ്റോർ ദ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ഓഫ് കോമ്പണൻറ്റ് ദാറ്റ് കുഡ് ചേഞ്ച്. അതായത് ഇത് ശരിക്കും ഒരു വേരിയബിളാണ്. യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. സോ ആ വേരിയബിളിനകത്ത് നമുക്ക് ഒരു പ്രോപ്പർട്ടിക്ക് ഒരു വാല്യൂ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സോ പിന്നെ എ സ്റ്റേറ്റ് ക്യാൻ ബി മോഡിഫൈഡ് ബേസ്ഡ് ഓൺ യൂസർ ആക്ഷൻ. എവറി ടൈം സ്റ്റേറ്റ് ചേഞ്ച് റിയാക്ട് റീറെൻഡർ ദ കോമ്പണൻറ്റ് ഓഫ് ദി ബ്രൗസർ. അതായത് ഒരു ആക്ഷൻ വഴി നമുക്ക് സ്റ്റേറ്റിൻ്റെ വാല്യൂ നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എവറി ടൈം നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതായത് റീറെൻഡർ ചെയ്യും. അതായത് റിയാക്റ്റിൻ്റെ കോമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ ഏതാണോ ആ സെക്ഷൻസ് അത് റീറെൻഡർ ചെയ്യും. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രാക്ടിക്കൽ സെക്ഷനിൽ നോക്കാം. സോ ഹുക്സ് അതായത് എ ഹുക്സ് ഈസ് സ്പെഷ്യൽ ഫങ്ഷൻ ദാറ്റ് ലെറ്റ്സ് യു ഹുക്സ് ഇൻ ടു റിയാക്ട് ഫീച്ചർ. അതായത് നമ്മൾ യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ കാണുകയാണെങ്കിൽ, അതായത് നമ്മൾ റിയാക്റ്റിനകത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ കാണുകയാണെങ്കിൽ അതൊരു ഹുക്സാണ്. ഓക്കെ, നമുക്കിവിടെ അതായത് റിയാക്റ്റിൻ്റെ ആ ഒരു വെബ്സൈറ്റിലോട്ട് പോകാം. അപ്പോൾ റിയാക്ട് ഹുക്സ് നമുക്ക് ധാരാളം ഹുക്സുകൾ അവൈലബിൾ ആണ്. അപ്കമിങ് ക്ലാസ്സുകളിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല ഹുക്സുകളും നമുക്ക് പഠിക്കേണ്ടി വരും. യൂസ് എഫക്റ്റ്, അതുപോലെ അങ്ങനെ നിരവധി ഹുക്സുകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ഈ വെബ്സൈറ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. അപ്കമിങ് ക്ലാസ്സുകളിൽ നമ്മൾ എല്ലാത്തരം ഹുക്സുകളെയും കുറിച്ച് അതായത് റിയാക്റ്റിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹുക്സുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഹുക്സിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ നേരത്തെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഈവൻറ്റിൻ്റെ ആ ഒരു കോഡ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സോ നമുക്കത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അത് റിമൂവ് ചെയ്യാം. ഹെഡറാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത്, റിമൂവ് ചെയ്യാം. ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫങ്ഷൻസ് റിമൂവ് ചെയ്തു. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. ഇപ്പോൾ റിയാക്ട് JS ഈവൻറ്റ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ജസ്റ്റ് റീഫ്രഷ് ആയാൽ മതി. ഇവിടെ റിയാക്ട് JS മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. സോ ഇനി നമുക്ക് എന്തിനാണ് നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, അതായത് റിയാക്ട് യൂസ് സ്റ്റേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രോപ്പർട്ടി വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. അതുപോലെ തന്നെ ഒരു ആക്ഷൻ വെച്ചിട്ട് നമുക്കൊരു സ്റ്റേറ്റിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു കോമ്പണൻറ്റ് റീറെൻഡർ ആവുന്നുണ്ട് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതായത് തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, ഇനി ഞാനിവിടെ ജസ്റ്റ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ക്ലാസ് അല്ല, ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ ലേൺ അബൌട്ട് റിയാക്ട് മേലെയുള്ള ജസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യാം ഇതിനകത്ത്. ഓക്കെ, ഇനി ഞാനിവിടെ ചെയ്യുന്നത് ഒരു ബട്ടൺ കൂടി, ഒരു ടാഗ് കൂടി ഞാനിവിടെ ആഡ് ചെയ്യാം. എക്സാമ്പിളിനായിട്ട് ജസ്റ്റ് മൈ ഫേവറേറ്റ് കളർ ഈസ്, ഞാനിവിടെ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനിവിടെ കോൺസ്റ്റ് കളർ ഈക്വൽ ടു റെഡ് എന്ന് കൊടുത്തു. അതിനുശേഷം ഞാനിതിവിടെ വിളിച്ചു, ഞാനിതിവിടെ വിളിച്ചു. അപ്പോൾ ഇവിടെ അതായത്
ഈ ചേഞ്ചിൽ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റെഡ് എന്ന് നമുക്ക് കാണാം. കാരണം അത് ഒന്ന് റീഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ റെഡ് എന്ന് കാണാൻ പറ്റുന്നത്. സോ അതിന് ശേഷം ഞാനിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. അതിന് ശേഷം ഈ ബട്ടൻ്റെ പേര് ജസ്റ്റ് ചേഞ്ച് കളർ എന്ന് കൊടുത്തു. സോ അതിന് ശേഷം ഞാനിവിടെ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഒരു ജസ്റ്റ് ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. btn handler അതുപോലെ തന്നെ ഞാനിവിടെ അതിനുശേഷം ഞാനിവിടെ ആ ഒരു കളറ് എന്താണോ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളത് ആ ഒരു കളറ് ഞാൻ ജസ്റ്റ് ഇവിടെ ചേഞ്ച് ചെയ്യാം. കോൺസ്റ്റ് കളർ, സോറി കോൺസ്റ്റ് ആണ്. ആൻഡ് ഞാൻ കൺസോളിലും ഇത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ നമ്മൾ പഠിച്ചു ഹീവൻ ആൻഡ്ലർ ഓൺ ക്ലിക്കിനകത്ത് ഞാൻ ഈ ഒരു ആൻഡ്ലർ വിളിക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. അതായത് ഇത് എററാണ്, കാരണം നമ്മൾ കൺസ്ട്രക്ടർ വേരിയബിളിന് അത് കോൺസ്റ്റൻറ്റ് വേരിയബിളിനകത്ത് വീണ്ടും വാല്യൂ അസൈൻ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളൊരു എററാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ലെറ്റ് എന്ന് പറയുന്ന ആ ഒരു കീവേഡ് കൊടുത്തതിന് ശേഷം ഞാനിവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കോൺസ്റ്റൻ്റ് ഒരിക്കലും പിന്നീട് നമ്മൾ റീഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ ആ കളർ കൊടുത്തു, പക്ഷേ ഗ്രീൻ എന്ന് വന്നു, പക്ഷേ ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ റിയാക്റ്റ് യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രോപ്പർട്ടി വാല്യൂ റീറെൻഡർ ആവുന്നു. പക്ഷേ നമ്മൾ ലെറ്റ് കോൺസ്റ്റ് എന്നുള്ള വേരിയബിൾ ഡിക്ലറേഷനിലൂടെ നമുക്ക് ഒരു ബ്രൗസർ ഒരു കോമ്പണൻറ്റ് റീറെൻഡർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് റിയാക്റ്റ് ഹുക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ആ ഒരു കൺസെപ്റ്റിലൂടെയാണ്, അതായത് എനിക്ക് തോന്നുന്നു റിയാക്റ്റ് 18 ആൻഡ് എബോവ് വേർഷനിലാണ് റിയാക്റ്റ് ഹുക്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് നമുക്കൊരിക്കലും ഫ്രണ്ട് എൻഡിൽ ആ ഒരു ചേഞ്ച് റിഫ്ലക്റ്റ് ആയിട്ടില്ല. നമുക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആ ഒരു ചേഞ്ച് റിഫ്ലക്റ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഫസ്റ്റ് നമുക്കൊരു റിയാക്റ്റിൻ്റെ യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതായത് നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യണം യൂസ് സ്റ്റേറ്റ്. ഓക്കെ, അതിന് ശേഷം ഞാനിത് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഒരു എറർ ഉണ്ടാകും, കാരണം കളർ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കൊരു യൂസ് സ്റ്റേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഒരു യൂസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റേറ്റ് എന്നാണ് പറയുക. അപ്പോൾ കളർ എന്ന് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം സെറ്റ് ഒരു ഫങ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഡിഫാൾട്ടായിട്ട് ഒരു ഫങ്ഷനും കൂടി ഇതിന് കൂടെ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് സെറ്റ് കളർ എന്ന് ഞാനിവിടെ ഡിഫൈൻ ചെയ്തു. നമ്മൾ ഈ രീതിയിലാണ് ഇത് എഴുതുന്നത്. നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിളിലോട്ട് ഡാറ്റ സെറ്റ് ആയതിനായിട്ട് നമ്മളൊരു വേരിയബിൾ, അതായത് ഫങ്ഷനും കൂടി ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് യൂസ് സ്റ്റേറ്റ് ഡീഫാൾട്ടായിട്ട് നമുക്ക് വാല്യൂ കൊടുക്കാം. നമുക്കിവിടെ റെഡ് എന്ന് കൊടുക്കാം, ഡീഫാൾട്ട് വാല്യൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു യൂസ് സ്റ്റേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ യൂസ് സ്റ്റേറ്റിൻ്റെ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഇനീഷ്യലൈസേഷൻ ഓഫ് സ്ട്രിങ് കാണാം. അതുപോലെ തന്നെ റിയാക്റ്റ് ഡിസ്പാച്ച് അതുപോലെ തന്നെ ഒരു മെത്തേഡ് കാണാം. ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. സെറ്റ് കളർ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഈ ഒരു കളർ വിളിക്കും. അപ്പോൾ എറർ സോൾവ് ആയിട്ടുണ്ടാവും. ഈ കളർ വിളിക്കുമ്പോൾ ഇവിടെ നമുക്ക് റെഡ് എന്ന് കാണാം. ഇപ്പോൾ റെഡ് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാം, സെറ്റ് ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു വേരിയബിളിൻ്റെ കളർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഞാനിവിടെ ഗ്രീൻ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ ബട്ടൺ ക്ലിക്കിൽ അവിടെ നമുക്ക് ഗ്രീൻ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ ചെയ്തത്
ജസ്റ്റ് ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളായിരുന്നു ഡിക്ലെയർ ചെയ്തത്. പക്ഷേ ബട്ടൺ ക്ലിക്കിൽ നമുക്ക് ആ ഒരു വേരിയബിൾ നമ്മളെ ഫ്രണ്ട് എൻഡിലോട്ട് റിഫ്ലക്റ്റ് ആയിട്ടില്ല. പക്ഷേ നമുക്ക് കൺസോളിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യൂസ് സ്റ്റേറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കോമ്പണൻറ്റ് അതായത് റീറെൻഡർ ആകും. അതിലൂടെ നമ്മുടെ ആ ഒരു വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ആകും. അങ്ങനെയാണ് യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഹുക്സ് വർക്ക് ആവുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നല്ലൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കൗണ്ടർ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഒരു മിനി കൗണ്ടർ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ഫങ്ഷൻസ് എല്ലാം ഇവിടെ വെക്കാം. അതിന് ശേഷം ഞാനിവിടെ ഒരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ നിന്നും ഞാൻ നമുക്ക് ജസ്റ്റ് ഇതിവിടെ വെക്കാം. ഇതിന് ശേഷം ഞാനിവിടെ പ്ലസ് എന്ന് കൊടുത്തു. ഓക്കെ, അതിന് ശേഷം ഞാനിവിടെ ഇതിൻ്റെ താഴെയായിട്ട് ഒരു കൗണ്ട് കൊടുക്കാനുള്ള കൗണ്ട് എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുത്തു. അതിനുശേഷം ഞാനൊരു ബട്ടൺ കൂടി ആഡ് ചെയ്തു. മൈനസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കൊരു യൂസ് സ്റ്റേറ്റും കൂടി ഇവിടെ ഡിക്ലെയർ ചെയ്യാം. അതായത് ഇത് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഇൻക്രിമെൻ്റ് ആവണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മൈനസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഡിക്രിമെൻ്റ് ആവണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ജസ്റ്റ് ബേസിക് കൗണ്ടർ ആപ്പ്. എന്താണ് യൂസ് സ്റ്റേറ്റ് എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സാമ്പിൾ ആപ്പാണ് ഈ കൗണ്ടർ ആപ്പ്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് അതൊന്ന് ഡിക്ലെയർ ചെയ്യാം. ഒരു യൂസ് സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യാം. കോൺസ്റ്റ് കൗണ്ട് സെറ്റ് കൗണ്ട് ഈക്വൽ ടു, നമുക്കിവിടെ നിന്ന് ജസ്റ്റ് ഇത് കോപ്പി ചെയ്യാം. യൂസ് സ്റ്റേറ്റ് ഡീഫാൾട്ടായിട്ട് നമുക്ക് 0 കൊടുക്കാം. ഓക്കെ, ഇവിടെ 0 കൊടുത്തു. അതിന് ശേഷം ഞാനിവിടെ ഒരു എക്സ്പ്രഷൻ ആഡ് ചെയ്യാം. ഓക്കെ, എക്സ്പ്രഷൻ ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡിൽ വരുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ ഒരു കളർ ചേഞ്ച് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടായിരുന്നു. ഞാനിത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു പ്ലസ് എന്ന് പറയുന്ന ബട്ടണ്, അതുപോലെ തന്നെ ഒരു മൈനസ് എന്ന് പറയുന്ന ബട്ടൺ, അതിൻ്റെ സെൻറ്ററിൽ കൗണ്ട്. ഇനി നമ്മൾ പ്ലസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ്, അതായത് നമുക്കൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ ഇൻക്രിമെൻ്റ് ഓക്കെ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചു സെറ്റ് എന്ന് പറയുന്ന ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്, അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്ത ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ വാല്യൂവിലോട്ട് ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് സെറ്റ് എന്ന് പറയുന്ന ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഓൾറെഡി ഈ കൗണ്ടിനകത്ത് നേരത്തെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ +1 അതാണ് കൗണ്ട്. അതായത് നേരത്തെ അങ്ങനെയാണല്ലോ അതിൻ്റെ ലോജിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നും ഇനി ഈ ഒരു ഹാൻഡിൽ, അതായത് ഈവൻ്റ് ഞാൻ ചേഞ്ച് ചെയ്യാം. ഇപ്പം ഞാൻ ഈവൻ്റ് ചേഞ്ച് ചെയ്തു. ഇനി നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. കൗണ്ട് ഓക്കെ, ഇവിടെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അതായത് സെറ്റ് കളറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സെറ്റ് കളറല്ല, സെറ്റ് കൗണ്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനിവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കൗണ്ട് 1 2 3 4 എന്ന് പറയുന്ന നമ്പർ ആഡ് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിലൊരു ഫംഗ്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. നേരത്തെയുള്ള ഒരു ഹാൻഡലർ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സോ അതിന് ശേഷം ഞാനിത് കോപ്പി ചെയ്തു. ആ കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ ഫംഗ്ഷൻ്റെ നെയിം ചേഞ്ച് ചെയ്തു. ഓക്കെ, നെയിം ചേഞ്ച് ചെയ്തതിന് ശേഷം നിലവിലുള്ള നമ്പറിൽ നിന്നും 1 കുറക്കണം. അതാണ് നമ്മുടെ ലോജിക്, ഡിക്രിമെൻറ്റിൻ്റെ ലോജിക്ക് വരുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്കിത് റെൻഡർ ചെയ്ത് നോക്കാം. റെൻഡർ ചെയ്തു. ഇനി മൈനസ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അതിൽ നിന്നും നമുക്ക് മൈനസ് കുറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂസ് സ്റ്റേറ്റ് കൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത്. ഇതാണ് യൂസ് സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മൾ ആ യൂസ് സ്റ്റേറ്റിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കോമ്പണൻറ്റ് റീറെൻഡർ ആവും. സോ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തരാം. അതായത് അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ കണ്ടോ, ഇത് മൈനസിലോട്ട് പോയി. 0 ആയാൽ പിന്നെ താഴോട്ട് പോകരുത്. ഓക്കെ,
അതുപോലെ തന്നെ ഇവിടെ ഒരു 25 ആയാൽ പ്ലസ്, അതായത് +25 ആയാൽ ഒരിക്കലും അതിൻ്റെ മേലോട്ട് പോകരുത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സിമ്പിളാണ്. അതായത് ജസ്റ്റ് നമ്മൾ ഇപ്പോൾ എഴുതിയതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഞാനതൊരു അസൈൻമെൻ്റ് ആയിട്ട് തരികയാണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രോപ്സ്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ മെത്തേഡും കൂടിയാണ് പ്രോപ്സ് എന്ന് പറയുന്നത്. ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് എങ്ങനെയാണ് വാല്യൂ പാസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുന്നതാണ് പ്രോപ്സ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ സെക്ഷനിൽ നമുക്ക് പ്രോപ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക്